ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. BP, ഷുഗർ, കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ, അതുപോലെ തന്നെ ഡയറ്റൊക്കെ ചെയ്യുന്നവർ, എന്നും ചപ്പാത്തി, ഗോതമ്പ് ദോശ, ഗോതമ്പ് പുട്ടൊക്കെ തിന്ന് മടുത്തിട്ടുള്ളവർക്ക് ഇതുപോലെ ഒരു ദോശ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ഈ ദോശയ്ക്ക് നമ്മൾ ഉഴുന്നാവട്ടെ, അരിയാവട്ടെ, ഈസ്റ്റ്, സോഡ, ഈനോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. വെറും നമ്മുടെ ബാർലിയും ചെറുപയറു പരിപ്പും കൊണ്ട് മാത്രം നമ്മൾ തയ്യാറാക്കുന്ന അടിപൊളി ഒരു ദോശയാണിത്. സാധാരണ നമ്മൾ അരിയും ഉഴുന്നൊക്കെ അരച്ചിട്ട് ദോശ തയ്യാറാക്കുമല്ലോ, ഇഡ്ഡലി ദോശയൊക്കെ തയ്യാറാക്കുമല്ലോ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണിത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ആദ്യം തന്നെ നമുക്ക് ബാർലിയും ചെറുപയറിൻ്റെ പരിപ്പും ഒന്ന് കുതിരാനായിട്ട് ഇടണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് ബാർലി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ കപ്പിന് തന്നെ 1 കപ്പ് ചെറുപയറിൻ്റെ പരിപ്പും എടുക്കണം. അപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ ബാർലി എടുത്തത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് ചെറുപയറിൻ്റെ പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം സമം എടുക്കണം ബാർലിയും ചെറുപയറിൻ്റെ പരിപ്പും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം. ഉലുവ ഒരു 1/4 സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 സ്പൂണോളം ഉലുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പം നമുക്ക് സ്പൂൺ വേണമെങ്കിൽ സ്പൂൺ കൊണ്ട് ഒരു 1/4 സ്പൂണോളം ഉലുവ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു 5-6 പ്രാവശ്യം ഇത് കഴുകിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊരു 5 തൊട്ട് 6 മണിക്കൂർ നമ്മൾ കുതിരാനായിട്ട് വെക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ബാർലിയും ചെറുപയർ പരിപ്പും ഒക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഒട്ടും തന്നെ തരിയില്ലാതെ നൈസായിട്ട് വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അരയ്ക്കാൻ നേരത്ത് സാധാരണ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ മാവ് അരയ്ക്കുമല്ലോ, അതുപോലെ തന്നെ വെള്ളം കുറച്ച് വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇതുകൊണ്ട് ഞാനിപ്പോൾ നല്ല ഫൈനായിട്ട് ഇത് അരച്ചിട്ടുണ്ട്. അരച്ചെടുത്ത മാവ് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അരയ്ക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും തന്നെ വെള്ളം കൂടിപ്പോകരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുത്ത മാവ് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്യണം. ഞാനിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ മാവ് തയ്യാറാക്കിയത്. അപ്പം രാത്രിയിൽ മാവ് അരച്ച് വെച്ചു. നിങ്ങൾ ഇപ്പോൾ വൈകുന്നേരത്തിന് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ രാവിലെ മാവ് അരച്ച് വെക്കണം. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് മൂടി ഒരു 6 തൊട്ട് 7 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മളിതിലേക്ക് വേറെ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഉഴുന്നോ ഒന്നും ചേർത്തിട്ടില്ല. വെറും ബാർലിയും ചെറുപയർ പരിപ്പും മാത്രം. അപ്പോൾ രാത്രിയിൽ ഞാൻ മാവ് അരച്ച് വെച്ചിരുന്നു. രാവിലെ ആയപ്പം മാവ് കണ്ട് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊരു അത്ഭുത റെസിപ്പി എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല, വെറും ബാർലിയും ചെറുപയർ പരിപ്പും മാത്രം അരച്ച് വെച്ചിട്ട് ഇത്ര നന്നായിട്ട് മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് കൊണ്ട് ഇഡ്ഡലി തയ്യാറാക്കാം, ദോശ തയ്യാറാക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണമെങ്കിൽ ക്രിസ്പി ആയിട്ടുള്ള ദോശ തയ്യാറാക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം പോലത്തെ ദോശയും നമുക്കിതുകൊണ്ട് തയ്യാറാക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ട് മാവെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് അപ്പവോ ദോശയോ ഇഡ്ഡലിയോ എന്ത് വേണേലും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പം ആദ്യമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തയ്യാറാക്കി കാണിക്കാം. ദോശക്കല്ല് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നല്ലെണ്ണയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ സാധാരണ എണ്ണ, ഏത് എണ്ണയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ എണ്ണയൊന്ന് തൂത്ത് കൊടുത്തിട്ട് മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ പരത്തി ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ ഇതൊന്ന് മൂടി വെക്കാം. മൂടി ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പം തുറന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് 2 സൈഡും നന്നായിട്ട് വേവിച്ച് ഒന്ന് ക്രിസ്പി, നമ്മൾ സാധാരണ ദോശയൊക്കെ തയ്യാറാക്കുമല്ലോ, വേണമെങ്കിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഇതിന് മുകളിലൂടെ നമുക്ക് തൂത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഇച്ചിരി ബട്ടറാണ് തൂത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് മറിച്ചിട്ട് 2 സൈഡ് നല്ല ക്രിസ്പി ആക്കിയിട്ടുള്ള ദോശ നമുക്ക് തയ്യാറാക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതുകൊണ്ട് ഈ മാവ് കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ 2 സൈഡും മറിച്ചിട്ട് നല്ല ദോശ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം പോലത്തെ ദോശ നമുക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാനിപ്പോൾ കുറച്ച് ബട്ടറാണ് തൂത്ത് കൊടുത്തത്. നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ നല്ലെണ്ണയോ തൂത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മാവ് ഇതുപോലെ ഒഴിച്ചിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യാതെ ഇതുപോലെ ലൈറ്റായിട്ട് നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെ ഒന്ന് ലൈറ്റായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് മൂടി വെച്ച് വെന്ത് കഴിയുമ്പം എടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പവും ഇഡ്ഡലിയും, നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയും, നമ്മൾ സാധാരണ ഇഡ്ഡലി കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇഡ്ഡലിയും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുകൊണ്ട് എത്ര നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം കണ്ടോ. ഇത് വെറും ബാർലിയും ചെറുപയറും പരിപ്പും മാത്രമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് കണ്ടോ, നല്ല
അടിപൊളിയായിട്ടുള്ള ദോശ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ സപ്പോർട്ട് ചെയ്യാനും.